സംസ്ഥാനത്ത് മെഡിക്കൽ കോളേജുകൾ കേന്ദ്രീകരിച്ച് ചികിത്സാ പിഴവ് പരാതികൾ ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ ഉന്നതതല യോഗം വിളിച്ച് ആരോഗ്യവകുപ്പ്. നാളെ തിരുവനന്തപുരത്താണ് മന്ത്രി വീണ ജോർജ് പങ്കെടുക്കുന്ന യോഗം ചേരുന്നത്. ആരോപണമുയർന്ന ആലപ്പുഴ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പൽമാരോട് യോഗത്തിൽ പങ്കെടുക്കാൻ നിർദ്ദേശമുണ്ട്. ജില്ലാ മെഡിക്കൽ ഓഫീസർമാരും മറ്റുദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും. ആരോഗ്യവകുപ്പിനെ പരോക്ഷമായി വിമർശിച്ച് അമ്പലപ്പുഴ MLA H. സലാം രംഗത്തെത്തി. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രസവാനന്തര ചികിത്സയ്ക്കിടെ യുവതിയുടെ മരണം. വയോധികയ്ക്ക് ചികിത്സ കിട്ടിയില്ലെന്ന് പരാതി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൈക്ക് പകരം നാവിൽ ശസ്ത്രക്രിയ. കാലിലിടേണ്ട കമ്പി കൈക്കിട്ടെന്ന പരാതി. വിവാദങ്ങൾ തുടർക്കഥയായി ആരോഗ്യവകുപ്പിന്റെ പ്രതിച്ഛായയെ ബാധിച്ചു. ആലപ്പുഴ മെഡിക്കൽ കോളേജിന് മുന്നിൽ LDF തന്നെ പ്രതിഷേധവുമായെത്തി. CPIM MLA H. സലാം ഡോക്ടേഴ്സിനെതിരെ ആഞ്ഞടിച്ചു. കട്ടാമുടി ന്യായങ്ങൾ പറഞ്ഞ് തങ്ങൾ ചെയ്യുന്ന കുറ്റങ്ങൾ രക്ഷപ്പെട്ടു പോകാനുള്ള നിലപാടിലേക്ക് ഇനിയും നിങ്ങളാരും വരേണ്ട കാര്യമില്ല. സ്വകാര്യ പ്രാക്ടീസ് മാത്രം നടത്തി കാശുണ്ടാക്കാൻ മാത്രമായി ജീവിക്കുന്ന ഡോക്ടർമാരെ പരസ്യപ്പെടുത്തി നിങ്ങൾ ചെയ്യുന്ന രീതികളെ ഈ സമൂഹത്തെ കൂടി ബോധ്യപ്പെടുത്തി, മാധ്യമങ്ങളെയും ബോധ്യപ്പെടുത്തി പരസ്യപ്പെടുന്ന നിലയിലേക്ക് നിങ്ങൾ മാറും. പ്രതിഷേധങ്ങൾ ശക്തമാകുന്നതിനിടെയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉന്നതതല യോഗം വിളിച്ചത്. നാളെ തിരുവനന്തപുരത്ത് നടക്കുന്ന യോഗത്തിൽ ആരോഗ്യവകുപ്പ് സെക്രട്ടറി, മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ, ആലപ്പുഴ, കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽമാർ, വൈസ് പ്രിൻസിപ്പൽമാർ, സൂപ്രണ്ടുമാർ, ഡെപ്യൂട്ടി സൂപ്രണ്ടുമാർ തുടങ്ങിയവർ പങ്കെടുക്കും. കോഴിക്കോട്, ആലപ്പുഴ മെഡിക്കൽ കോളേജുകൾക്കെതിരെ ഉയർന്ന ആരോപണങ്ങളാകും പ്രധാന ചർച്ചാ വിഷയം. 24 കോഴിക്കോട്.